നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഒടുവിൽ നമ്മൾ കാണാനായിട്ട് പോകുന്ന നവ്യ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് അബിയും ജലജയും ഇത് ബാൽക്കണിയിൽ നിന്ന് കാണുവാണ്. എടാ, പെട്ടുപോയെന്ന് തോന്നേ, അവള് വന്നടാ. അവള് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടായിരിക്കും വന്നിരിക്കണമെന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യുമേ? നീ ഒരു കാര്യം ചെയ്യാ, നേർച്ച കോഴിയെ പോലെ പോയി ഇരുന്ന് കൊടുക്കാൻ പറഞ്ഞു. മുറിയിലേക്ക് പോയിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അവിടെ ഇരുന്നോ, അത് മാത്രമേ രക്ഷയുള്ളൂ. അമ്മ, അവള് മിക്കവാറും എന്നെ തല്ലിക്കൊല്ലും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാ. സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ വരുന്നെന്ന് അറിയില്ല. ഇനിയിപ്പൊ കനകം വേറെന്തെങ്കിലും കാര്യം പറയാനാണോന്ന്. ഏ, ഒരിക്കലും അതായിരിക്കില്ല എന്ന് പറഞ്ഞു. ഇതിനു വേണ്ടി തന്നെയായിരിക്കും അവളെ അവളുടെ അമ്മ വിളിപ്പിച്ചെന്ന് പറഞ്ഞു. എന്നാലും നീ അങ്ങോട്ട് ചെല്ല. ഇനി ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് വല്ല സംശയവും തോന്നിയാലോ. അങ്ങനെ അബിയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. അബി മുറിയിലേക്ക് പോവാ. ഈ സമയത്ത് ജലജ മനസ്സിൽ വിചാരിച്ചു, ഇന്നത്തോടുകൂടി കാര്യത്തിനൊരു തീരുമാനമാവും. എങ്ങനെയാ എന്താവും പ്രതികരിക്കുന്ന അറിയത്തില്ല. അതുപോലെ തന്നെ നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണോ വന്നേന്നും അറിയത്തില്ല. ആ സമയത്ത് ബീച്ചിന്റെ അവിടെ കനകയും ആദർശം നയനയും കൂടെ സംസാരിക്കുകയാണ്. പിന്നീട് കനകയോട് പറഞ്ഞു, അമ്മ എന്ത് പരിപാടി അമ്മ കാണിച്ചാൽ ഇതൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ പറയാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അച്ഛനെ വിളിച്ച. അല്ല, നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ കോൾ എടുത്ത്. അപ്പോഴാ മനസ്സിലായത് അമ്മ ഫോൺ എടുത്തില്ല എന്നുള്ള കാര്യം. മോളെ, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, വാ വീട്ടിലേക്ക് വാ, നമുക്ക് അവിടെ പോയി സംസാരിക്കാന്നും പറഞ്ഞ് കനയെ കൂട്ടിക്കൊണ്ട് ആദർശ് നയനും കൂടെ വീട്ടിലേക്ക് പോരുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, എന്നാലും പറയേണ്ടിയിരുന്നില്ല. ഇനിയിപ്പൊ നവ്യേച്ചിയുടെ ജീവിതം എങ്ങനെയാവുമെന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? മോളെ, ഇനിയിപ്പൊ ഞാൻ വേറൊന്നും നോക്കുന്നില്ല. അബിയുടെയും ജലജയുടെയും തേരോട്ടം അവസാനിക്കണം. എത്ര നാളായി തുടങ്ങിയിട്ട്. ഇതിനൊക്കെ ഒരു അറുതി വരണ്ടേ? ഒരുപക്ഷെ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴെങ്കിലും നവ്യ നന്നാവാനാണെങ്കിൽ നന്നാവും. അവള് ഏൺ ജ്വല്ലറിയിലേക്കുള്ള പോക്ക് നിർത്തും. അല്ല, നിങ്ങളോടൊക്കെയുള്ള ദേഷ്യം കാരണമല്ലേ അവൾ അങ്ങനെ പോയത്. ഇനിയിപ്പൊ അതൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. എന്നാലും നവ്യേച്ചിയുടെ ജീവിതം തകർത്ത് കളയില്ലേ? നവ്യേച്ചിയുടെ മാത്രമല്ല, ഇനിയിപ്പൊ ആ കുഞ്ഞിന്റെ ജീവിതം എന്താവും? അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ആദ്യമൊക്കെ ഇതിന്റെ വിഷമം കാണുമായിരിക്കും. പിന്നെ നവ്യല്ലേ ആള്, അവൾക്ക് എങ്ങനെ അറിയാം അതൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്ന്. നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന അവൾ അനുസരിക്കണം. അപ്പോഴേക്കാണ് ഗോവിന്ദന്റെ കോള് വരുന്നത് നയനയ്ക്ക്. ദേ അച്ഛൻ വിളിച്ചോണ്ടിരിക്കുക. ഇനി അമ്മയെ കണ്ടോ, സത്യങ്ങളൊക്കെ പറഞ്ഞോന്ന് അറിയാൻ വേണ്ടി വിളിക്കണമെന്ന് പറഞ്ഞു. നയന കോളെടുത്തു. ഹലോ, പറഞ്ഞു വെച്ചാന്ന് പറഞ്ഞു. അല്ല, കനികയെ കണ്ടോ മോളെന്ന് ചോദിച്ചു. അമ്മയെ കണ്ടായിരുന്നു. എന്നിട്ടോ? കനകയെടുത്ത് സംസാരിച്ചോ? ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ നവ്യേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ടോ? നവ്യേച്ചി ഒന്നും മിണ്ടാതെ പോയെന്നാ പറഞ്ഞേ. ഇനിയിപ്പൊ അനന്തപുരി ചെന്നിട്ട് എന്തൊക്കെ ബഹളങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, കനകയുടെയിലേക്ക് ഒന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. പിന്നീട് ഗോവിന്ദൻ പറഞ്ഞു, കനകെ, ഇനിയിപ്പൊ അവൾ അവിടെ ചെന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്ന് അറിയത്തില്ല. എന്ത് കാണിച്ചു കൂട്ടിയാലും എനിക്കെന്താ ഗോവിന്ദേട്ടാ? സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയില്ലേ? അഭിയും ജലജം കുറെ കാലമായാലും ഇങ്ങനെ കളി തുടങ്ങിയിട്ട്. സത്യങ്ങൾ മൂടി വെച്ച് അനന്തപുരിക്കാരെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുമല്ലേ? ഒരു കാരണവശാലും അബി ഏൺ ജ്വല്ലറിക്ക് പോകാൻ പാടില്ല. അതുപോലെ തന്നെ നവ്യ ഇനി അവരുടെ കൂടെ പരസ്യത്തിൽ അഭിനയിക്കാനും പോകാൻ പാടില്ല. ഏൺ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുമായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ, കോലാഹലങ്ങൾ ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിച്ചു. ഗോവിന്ദൻ എന്ത് മറുപടി പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഈ സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് മുറിയിലേക്ക് കയറി വരുവാണ്. നവ്യയുടെ മനസ്സിൽ ഒരു കടലെരുമ്പുക. കാരണം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേട്ടിരിക്കുന്നത്. ഒരു പക്ഷേങ്കില് അമ്മ പറഞ്ഞത് സത്യമായിരിക്കോ? സത്യമല്ലാതിരിക്കാൻ വഴിയില്ല. അബിയുടെ സ്വഭാവം ഓരോന്നൊക്കെ ആലോചിച്ച് നോക്കിക്കഴിയുമ്പോൾ നവ്യക്ക് തോന്നി ശരിയായിരിക്കും എന്നുള്ള കാര്യം. അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ടേക്ക് വന്നു. നവ്യയെ ശ്രദ്ധിച്ചു. പക്ഷെ നവ്യ ഒന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ദേവേനിക്ക് മനസ്സിലായി ഇവൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടുള്ള വരവാന്നുള്ള കാര്യം. പിന്നീട് നവ്യ ഇങ്ങനെ ആലോചിക്കുക, ഒരു പക്ഷെ ഇവിടെ അമ്മായി ആണെങ്കിലും ബാക്കി എല്ലാവരും പറയുമ്പോ അബി എല്ലാം അനുസരിക്കുന്നുണ്ട്. പക്ഷേ എങ്കില് അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. അവൻ പറയുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. അതൊന്നുമല്ല, ഒരുപക്ഷെ ഇതായിരിക്കും സത്യം. അതും ഇനിയിപ്പം താന് അവിടെ ഏൺ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് മോഡലായി പോകുന്നോണ്ടും അല്ലെങ്കിൽ അബി അവിടെ ജ്വല്ലറിയിൽ മാനേജരാൻ പോകുന്നോണ്ടുള്ള ദേഷ്യം അസൂയം കൊണ്ട് അമ്മ പറയുന്നതാണോ? അങ്ങനെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്ത് കിട്ടാനാ? അമ്മ പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളാനൊക്കെ അല്ലേ പറഞ്ഞേ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ നവ്യക്ക് നല്ല ദേഷ്യം. അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. പലതവണ അവനോട് ചോദിച്ചാ നിന്റെ കുഞ്ഞാണോ ചന്തുമോളെന്ന്. കാരണം ചന്തുമോള് ഇടയ്ക്ക് ഒരുക്കുന്നത് സ്കൂളിൽ കൊണ്ടേ വിടാനായിട്ട് പോകുന്നതൊക്കെ കണ്ടതാ. പക്ഷെ അവന് ആ സമയത്തൊക്കെ അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു. നവ്യക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അങ്ങനെ അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് ദേവേനി നയനയെ വിളിക്കണം.
അപ്പോഴേക്കും നയന ചോദിച്ചു, നവ്യേച്ചി എവിടെ എത്തിയോ അമ്മേന്ന് ചോദിച്ചു. ഇതേ ഇപ്പൊ വന്നിട്ടുള്ളൂ, മുറിയിലേക്ക് കയറി പോയെന്ന് പറഞ്ഞു. എന്താ മോളെ, ആ, കനക എന്തേലുമൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു. അമ്മയെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു പറഞ്ഞു. പറഞ്ഞോ? അതെ, നവ്യേച്ചി ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാ പോയെന്ന് പറഞ്ഞേ. അല്ല വന്നിട്ട് എന്തേലും എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല, മുറിയിലേക്ക് കയറി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മേ ഒന്ന് ശ്രദ്ധിച്ചോണം, എനിക്ക് ആകെപ്പാടൊരു ഭയം തോന്നുന്നുണ്ട്. നവ്യേച്ചൊരു സ്വഭാവം ആയതുകൊണ്ട് വെട്ടൊന്നും മുറിയുണ്ടെന്നുള്ള സ്വഭാവമാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, ആ അഭിക്കും ജലജിക്കും കിട്ടേണ്ടത് കിട്ടട്ടെ മോളെ, നമ്മൾ എന്തിനാ തടയണേ? ഇത്രയും കാലം ഒളിച്ചു വെച്ചോണ്ടിരുന്നല്ലേ, ഒത്തിരി കാലമൊന്നും നമുക്ക് അങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. പിടിക്കപ്പെടാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തല്ലേ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കയ്യിലിരിപ്പുണ്ട ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു. മര്യാദയായിരുന്ന മര്യാദ എന്ന് പറഞ്ഞു. മോൾ ഇനിയിപ്പോ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, മോളുടെ വയറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മ വേണം, അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ എന്ന് പറഞ്ഞു. ദേ നമ്മളെ നോക്കിയിട്ടേ കാര്യമുള്ളൂ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഓവറായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിലേ അത് നമ്മുടെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്തതിന് കനക ചോദിച്ചു, അവളവിടെ എത്തിയോന്ന് ചോദിച്ചു. എത്തിയെന്നാ പറഞ്ഞ് മുറിയിലേക്ക് കയറി പോയിട്ടുണ്ടെന്ന്. ആ സമയത്ത് നവ്യ അങ്ങോട്ട് മുറിയിലേക്ക് വന്നു. അഭിയാണെങ്കിൽ ഒന്നും അറിയത്തില്ലാത്ത മട്ടി ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണെന്നും പറഞ്ഞു ഇങ്ങനെ കട്ടിലേ ഇരിക്കുകയാണ്. അങ്ങനെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ ചോദിച്ചു, അല്ല നവ്യെ നീ അമ്മയെ കണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, കണ്ടുടാ കണ്ടു, അമ്മയെ കണ്ടു, ഞാൻ പല കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്നു പറഞ്ഞു. എന്ത് കാര്യമാണ് നവ്യ നീ അറിഞ്ഞേ? എടാ ഇത്രയും കാലം നീ എന്നെ ചതിക്കുമായിരുന്നല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അഭി ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് ചാടി എഴുന്നിട്ട് പറഞ്ഞു, നീ എന്തൊക്കെയാ പറയണേ, ഞാൻ നിന്നെ ചതിക്കാനോ? ഒരിക്കലും ഞാൻ നിന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞു. കള്ളത്തരം പറയണ്ട, ഞാൻ അറിഞ്ഞടാ, നിന്റെ മോളല്ലേ ചന്തുന്ന് ചോദിച്ചു. എന്റെ മോളോ? നിന്നോട് ആരെ കള്ളത്തരമൊക്കെ പറഞ്ഞേ? അമ്മ എന്നോട് പറഞ്ഞടാ. ഇത് നവ്യെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നിന്നെ എന്നെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നു. നമുക്കൊരു നല്ല കാലം ഉണ്ടാകുന്ന അവർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാ. ഇപ്പൊ തന്നെ ഞാൻ എൻ ജ്വല്ലറിയിലേക്ക് മാനേജരാകാൻ പോവാന്ന് പറഞ്ഞപ്പോ സഹിച്ചില്ല, മൂർത്തി ജ്വല്ലറി തകർന്നോണ്ടിരിക്കുവല്ലേ, അപ്പൊ നമുക്കൊരു നല്ല കാലമല്ലേ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ദേഷ്യത്തിന് പറഞ്ഞ ഇതിപ്പം നയനേം പിന്നെ ആദർശേണ്ടും എല്ലാരും കൂടെ ചേർന്നിട്ട് പ്ലാൻ ചെയ്ത് നിന്നെ വിളിച്ചു വരുത്തി പറഞ്ഞാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നബി പറഞ്ഞു, അങ്ങനെയാന്ന് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. സത്യം പറ, നീ അനഘയുമായിട്ട് എന്ത് ബന്ധമുള്ളെന്ന് ചോദിച്ചു. എന്ത് ബന്ധം? വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അബിയുടെ നേർക്ക് ചെന്നിട്ട് കൈ ചൂണ്ടുവാണ്. എടാ നീ അനഘയെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. ഞാനോ? എന്തൊക്കെ നബി നീ പറയണേ? ഒരു കാര്യം ചെയ്യാം, നിന്റെ മോളല്ല ചന്തുമോളെന്നല്ലേ നീ പറയണേ, അതിനകത്ത് എന്താ സംശയം ഇരിക്കുന്നേ? അവര് പറയുന്ന കള്ളത്തിലെല്ലാം വിശ്വസിച്ചിട്ട് നീ ഇവിടെ ഒന്ന് പറയണോ? നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ നവിയെ, എനിക്കിതിനകത്തൊരു പങ്കുമില്ല, വേണമെങ്കിൽ ചന്തമോളുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം, അത് ആദർശേന് വേണ്ടി ഏറ്റെടുക്കാന്നൊക്കെ പറഞ്ഞ, പക്ഷെ ആരും സമ്മതിക്കാത്തോണ്ടല്ലേ, അല്ല ഞാൻ ഏറ്റെടുത്തേനോ. ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞ് അവർ ചിലപ്പോൾ നിന്നെ വിശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയായിരുന്നു. നമ്മളെ എങ്ങനെയാലും തകർക്കണം അതിനു വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മുമ്പേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ നവ്യ പറഞ്ഞു, ഓഹോ അങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചു. അതെ, അല്ല ഈ ഇവിടെ അമ്മായി ആണെങ്കിലും നയനയൊക്കെ ഉണ്ടായിരുന്ന സമയത്തും അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ എല്ലാം നീ അനുസരിക്കുമായിരുന്നല്ലോ. ചന്തമോളുടെ കാര്യത്തിലാണെങ്കിലും നിനക്ക് ഇത്തിരി താല്പര്യം കൂടുതലായിരുന്നല്ലോ, അവളെ സ്കൂളിൽ വിടുന്ന ഒരുക്കി വിടുന്നൊക്കെ, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞല്ലോ, അമ്മായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അമ്മായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലെന്ന്. ഒരു കാര്യം ചെയ്യാം, ചന്തമോള് നിന്റെ കുഞ്ഞല്ലെന്നല്ലേ പറഞ്ഞേ, നമുക്കൊരു DNA അങ്ങ് നടത്തി നോക്കാം. DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ വിവരം കിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിവ് സഹിതം അവരുടെ മുന്നിൽ കൊണ്ട് ഹാജരാക്കാമല്ലോ. നീ എന്തു പറയണമെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ കർണത്തടിയേറ്റ പോലെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. എന്തായാലും അബിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. അബിയുടെ നെഞ്ചത്ത് അധികം വൈകാതെ തന്നെ നവ്യ റീത്ത് വെക്കുക തന്നെ ചെയ്യും. ഇനി അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.